അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാനും മക്കളും കൂടി ഒന്ന് ബീച്ചിലൊക്കെ പോയി വരാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ ബസ്സിലാണ് യാത്ര. ധുമോക്ക് പിന്നെ കാറ് പറ്റില്ല കേട്ടോ, വേഗം ഛർദ്ദിക്കുക. പിന്നെ ബസ്സിലാകുമ്പോൾ നല്ല കംഫർട്ടാണ്. അപ്പോൾ അങ്ങനെ പോകാമെന്ന് കരുതിയിട്ട്. അപ്പോൾ കോഴിക്കോട് പോകുമ്പോൾ മിഠായി തെരുവ് കയറാതെ എങ്ങനെ പോവാം അല്ലേ? അപ്പോൾ സൺഡേയും കൂടെ പിന്നെ സൺഡേ മാർക്കറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ അവിടെയും കയറിട്ടോ. ബാഗിനൊക്കെ എന്ന് പറഞ്ഞാൽ 100 രൂപ, 200 രൂപ, 150 രൂപ, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. തുച്ഛമായ വില മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല തിരക്കാണ് കേട്ടോ. പക്ഷെ നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുപോയാൽ നമുക്ക് അങ്ങനെ തിരഞ്ഞെടുത്ത് വാങ്ങിക്കാനൊന്നും അങ്ങനെ കഴിയൂല കേട്ടോ. അതുപോലെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ്, അതുപോലെ ഫാൻസി ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഈ റീൽസും വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അത്. ഈ മക്കൾക്കൊക്കെ അങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഇടാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണം വേണ്ടി വരും. അപ്പോൾ ഒരുപാട് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല. അങ്ങനത്തെവർക്കൊക്കെ ഇവിടെയൊക്കെ ഒന്ന് വാങ്ങിച്ചാൽ മതി. 5 എണ്ണത്തിന് 100 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. എത്രയും വാങ്ങിക്കുക, അങ്ങനെ ഒരുപാട് ക്യാഷൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പിന്നെ ബാഗ് പറയാണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഒരുപാട് പറയാൻ കഴിയില്ല. അങ്ങനെ ഒത്തിരി ഫാൻസി ഐറ്റംസിൻ്റെ കാര്യം പറയേ വേണ്ട കേട്ടോ. 1 രൂപ, 2 രൂപ, 3 രൂപ, 5 രൂപ, 10 രൂപ അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. വലിയ ക്യാഷൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര തിരക്കിട്ട് ഇവിടെ. പിന്നെ കോഴിക്കോട് മിഠായി തെരുവിലാണല്ലോ ഇത്രയും കളക്ഷൻസ് ഉള്ളത്. അല്ലാതെ വേറെ കോഴിക്കോട് വേറെ എവിടെ ഇങ്ങനെ കിട്ടൂല കേട്ടോ. എന്താ രാത്രി ബീച്ചിലുള്ള അവസ്ഥയാണ് കേട്ടത്. ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല തിരക്കിരുന്നു കേട്ടോ. സൺഡേ ആയതിന് നല്ല തിരക്കാണ് കേട്ടോ കോഴിക്കോട് ബീച്ച്. ഇപ്പോൾ ഈ സൈഡിലേക്കൊക്കെ ഷോപ്പുകളൊക്കെ ഈ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് കൊണ്ട് തന്നെ വിശാലമായിട്ട് ഇരിക്കാനും അങ്ങനെയൊക്കെ ഒരു സ്ഥലങ്ങളുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഈ മണലിൻ്റെ ഇവിടെ ഇരുന്നു കേട്ടോ ഷോപ്പുകളൊക്കെ. അപ്പോൾ ഒക്കെ തിരിച്ചിപ്പോൾ പുതിയത് ഇങ്ങോട്ട് മാറ്റിയല്ലോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലോ വീഡിയോസൊക്കെ അല്ലേ. അപ്പോൾ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലമുള്ളതിനോട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സുഖമാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ കോഴിക്കോട് ചെന്നാൽ പിന്നെ ഉപ്പിലിട്ട് വാങ്ങാതിരിക്കുക, ഐസ് കരുതി വാങ്ങാതിരിക്കൂലല്ലോ അല്ലേ.